നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ പാൽച്ചുരത്ത് മണ്ണിടിഞ്ഞു. യാത്രാഭീതിയിൽ പാൽച്ചുരം പാത. കേളകം പൂക്കുണ്ടിൽ വീടിന് മുകളിൽ പാറ വീണ അപകടം. കനത്ത മഴയിൽ ഇരിട്ടി മേഖലയിൽ വീടുകൾക്ക് നാശനഷ്ടം. റോഡിൽ മരം വീണ് ഗതാഗത തടസ്സം. വീണ്ടും പാലപ്പുഴ ചേന്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു. ഗതാഗത തടസ്സം. മാലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര ശിലാസ്ഥാപനം മട്ടന്നൂർ നിയോജക മണ്ഡലം MLA KK ശൈലജ ടീച്ചർ നിർവഹിച്ചു. പരിപാടിയുടെ സംഘാടക സമിതി യോഗത്തിൽ ക്ഷണിച്ചില്ലെന്നാരോപിച്ച് UDF ശിലാസ്ഥാപന ചടങ്ങ് ബഹിഷ്കരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശക്തമായ മഴയിൽ പാൽച്ചുരത്ത് മണ്ണിടിഞ്ഞു. ഒന്നാം വളവിന് താഴ്ഭാഗത്താണ് ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലും ബുധനാഴ്ച പുലർച്ചെയുമായി മണ്ണും കല്ലും ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ഫയർഫോഴ്സും ചേർന്ന് മണ്ണ് നീക്കം ചെയ്ത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കൊട്ടിയൂർ പാൽച്ചുരത്ത് മണ്ണിടിഞ്ഞു വീണു. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ ചുരം ഒന്നാം വളവിന് താഴ്ഭാഗത്തായി വെട്ടിക്കാവുങ്കൽ റോയുടെ സ്ഥലത്തെ മണ്ണും വലിയ പാറയും മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് രാത്രിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. കൂടിയാണ് വലിയ സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേൾക്കുന്നതിൽ ലൈൻ കമ്പിയിലാണ് കൂട്ടിയിട്ട് തീ കെട്ടാണ് നമ്മൾ കാണുന്നത്. അതിങ്ങനെ വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ റോയിച്ചാണ് കണ്ണൂർ റജി, പൊട്ടൽ ഷാജി, മെമ്പർമാരെ ബാബു, നാട്ടുകാരെല്ലാം കൂടിയിട്ടാണ് രാത്രി JCB വിളിക്കുന്നത് റെഡിയാക്കുന്നത്. ഇവിടെ വഴി റെഡിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 2 മണിയോടുകൂടെ പിന്നെ ഈ പ്ലാവും മരവും പിന്നെ ഇടിഞ്ഞു വരുന്നത്. പാറയാണോ വീണത്? പാറയാണ് ഇപ്പോൾ ബ്ലോക്കായി കിടക്കുന്നത്, റോഡിന് ബ്ലോക്കായി കിടക്കുന്നത്. സംഭവം അറിഞ്ഞ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം, വാർഡ് മെമ്പർ ഷാജി പൊട്ടയിൽ, റജി കന്നുകുഴി, മറ്റ് നാട്ടുകാർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി റോഡിലേക്ക് വീണ മരങ്ങളും മണ്ണും നീക്കം ചെയ്ത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയും ഇതേ സ്ഥലത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. റോഡിലൂടെ ഒരേ സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്നുപോകാൻ നിലവിൽ കഴിയൂ. വലിയ പാറ റോഡിലേക്ക് വീണതിനാൽ അത് നീക്കം ചെയ്യുന്നത് അസാധ്യമായ കാര്യമാണ്. ഇനിയും പാറകൾ താഴേക്ക് പതിക്കാവുന്ന രീതിയിലാണ് നിൽപ്പ്. അതിനാൽ പാൽച്ചുരം വഴി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത മഴയിൽ വീട് തകർന്നു. മുഴക്കുന്ന് പഞ്ചായത്ത് ചാക്കാടിലെ പുതിയപുരയിൽ പ്രസാദിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു വീണത്. മുഴക്കുന്ന് പഞ്ചായത്തിലെ ചാക്കാട്ടെ പുതിയപുരയിൽ പ്രസാദിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു വീണത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം പ്രസാദിന്റെ ഭാര്യ ഷീജ, 7ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇവർ പരിക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടു. ഇപ്പോഴത്തെ മഴയത്താണ് വലിയ മഴയത്ത് ഈ വീടിൻ്റെ ഈ ഒരു ഭാഗം വീണത്. പിന്നെ 10-40 വർഷം പഴക്കമുള്ള ഓട്ടം വീടാണ്. വീട് വാസയോഗ്യം അല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അടിയന്തരമായി എന്തെങ്കിലും ചെയ്തിട്ട് ആദ്യം പഞ്ചായത്ത് വിദ്യാർത്ഥികളെ വിളിച്ചിട്ടുണ്ട്, മെമ്പറെയും വിളിച്ചിന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അപേക്ഷ വെക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവരെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നാട്ടുകാർ നടത്തുന്നത്. ഓടിട്ട വീട് വാസയോഗ്യം അല്ലാതായി തീർന്നു. മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന് പലയിടങ്ങളിലായി വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് വില്ലേജ് അധികൃതരെത്തി ഇവരെ അപകടാവസ്ഥയിലായ വീട്ടിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. സംഭവം അറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. ഇരട്ടി വള്ളിയാട് ചെറുകോടിലെ K വിജയൻ നമ്പ്യാരുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. ഇരട്ടി വള്ളിയാട്ടെ ചെറുവോടിലെ K വിജയൻ നമ്പ്യാരുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഈ സമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. വിജയനും ഭാര്യ ശ്രീദേവിയുമാണ് ഈ വീട്ടിൽ താമസം. ഇപ്പോൾ ഇവർ സമീപത്തെ വീട്ടിലേക്ക് താമസം മാറി. ഒരു വീട്ടിലാണ് അവരെ തലേന്ന് വൈകിട്ടാണ് അവരുടെ വീട്ടിലേക്ക് പോയി. അവരോട്ട് ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് പോയതാണ്. അവരുടെ വീട്ടിലേക്ക് പോയ അതിൻ്റെ പിറ്റേന്ന് രാവിലെ വൈകുന്നേരമാണ് കൊണ്ട് വാങ്ങി. ഞങ്ങൾ വാങ്ങാൻ വാതി നോക്കാൻ പറ്റില്ല. നാട്ടുകാർ വന്നിട്ട് വീട്ടിൽ നോക്കിയിട്ട് സഹായിച്ചാണ് അവരവസ്ഥയിലാണ് ഉള്ളത്. വേഗം തോന്നുന്ന നോക്കാൻ ചെയ്യാൻ ആകുന്നില്ല. കാരണം വെച്ചാൽ 4 ലക്ഷം 3 ലക്ഷം ഇട്ട് തുടങ്ങി നടക്കാൻ ബാക്കി 8 ലക്ഷം അവരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയൊക്കെ വലിയ ഓരോ കാര്യമൊന്നും രണ്ടും വെട്ടിപ്പിടിച്ചിട്ടല്ലോ. അവരവസ്ഥയിലാണ് നമ്മളിപ്പോൾ
ഇതിന് മുന്നോട്ട് ആലക്കട്ടെ വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചത്. വില്ലേജ് ഓഫീസറിനും വന്ന് നോക്കി, വാർഡ് മെമ്പറും ജനവും വന്ന് നോക്കി. ഒരു മാസത്തേക്ക് വില്ലേജ് കൊടുക്കാനും മാസത്തേക്കും വില്ലേജ് കൊടുക്കലും വില്ലേജ് ഓഫീസറിനും വന്ന് വെച്ചാൽ താമസം മാറ്റാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മാറി എടുക്കാനിപ്പോൾ അത്ര മുഖ്യമന്ത്രി അറിയാൻ കഴിയില്ല. തകർന്ന ഓടിട്ട വീടിന്റെ മുകളിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. വാർഡ് കൗൺസിലറും വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വീടിന് മുകളിലേക്ക് പാറ പതിച്ചു. കേളകം പഞ്ചായത്ത് പൂക്കുണ്ട് നഗറിലെ കരിയത്തിന്റെ വീടിന് പുറകുവശത്തായാണ് പാറ പതിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് വീട് സന്ദർശിച്ചു. ശക്തമായ മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നിരുന്ന പാറ വീടിന് മുകളിലേക്ക് പതിച്ചു. കേളകം പഞ്ചായത്ത് പൂക്കുണ്ട് നഗറിലെ കരിയത്തിന്റെ വീടിന് പുറകുവശത്താണ് പാറ പതിച്ചത്. വീടിന് പുറകുവശത്തെ മതിലും തകർന്നിട്ടുണ്ട്. എന്നാൽ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ഇനിയും പാറകൾ വരാനുള്ള സാധ്യതയുണ്ടെന്നും വാർഡ് മെമ്പർ ലീലാമ്മ ജോണി ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. വൈകിട്ടത്തെ പെരുമഴയിൽ പൂക്കുണ്ട് കോളനിയിലെ കരിയപ്പൻ എന്നയാളുടെ വീട്ടിലേക്ക് മേളിൽ നിന്ന് ഒരു വലിയ കരിങ്കല്ല് ഉരുണ്ട് അവിടുന്ന് മണ്ണിൽ നിന്ന് ഇടിഞ്ഞു വന്ന് വീഴുകയായിരുന്നു. ഭാഗ്യവശാൽ വീടിന് അപകടമൊന്നും സംഭവിച്ചില്ല. ഒരു കയ്യാലി അടക്കം ഇരുന്ന് നിരങ്ങി വന്ന് വീടിൻ്റെ പുറകുവശത്തെ ഭിത്തിയിലേക്ക് പതിക്കുകയായിരുന്നു. സംഭവസ്ഥലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുറ്റ്, സ്ഥിരം സമിതി അധ്യക്ഷൻ ടോമി പുളിക്കകണ്ടം എന്നിവർ സന്ദർശിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പാലപ്പുഴ ചേന്തോട് പാലത്തിന്റെ താൽക്കാലിക അപ്രോച്ച് റോഡ് വീണ്ടും തകർന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര ഹൈവേയുടെ ഭാഗമായ പാലപ്പുഴ ചേന്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് വീണ്ടും കനത്ത മഴയിൽ തകർന്നത്. റോഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി വീതി കുറഞ്ഞ ചേന്തോട് പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. മഴക്കാലത്തിന് മുൻപേ തന്നെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ താൽക്കാലികമായി ഇതിന് സമീപത്തായി തോട് മണ്ണിട്ട് ഉയർത്തി അപ്രോച്ച് റോഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ മഴക്കാല ആരംഭത്തിൽ തന്നെ അപ്രോച്ച് റോഡിന്റെ കല്ലും മണ്ണും ഉൾപ്പെടെ ഒഴുകിപ്പോയി. പിന്നീട് വീണ്ടും കോൺക്രീറ്റ് പൈപ്പ് ഉൾപ്പെടെ സ്ഥാപിച്ച് മണ്ണിട്ട് ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ശക്തമായ മഴയിൽ അപ്രോച്ച് റോഡ് തകർന്നത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണ അപകടം. അടയ്ക്കാത്തോട് കരിയങ്കാപ്പ് യക്ഷിക്കോട്ടയിലെ വട്ടക്കുന്നേൽ ജോൺസിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അടക്കാത്തോട് കരിയങ്കാപ്പ് യക്ഷിക്കോട്ടയിലെ വട്ടക്കുന്നേൽ ജോൺസന്റെ വീടിന് മുകളിലേക്ക് മരം വീണത്. വീടിന് മുൻഭാഗത്ത് നിന്ന തേക്കുമരമാണ് വീടിന് മുകളിലേക്ക് വീണത്. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. ഇതേ തുടർന്ന് ഫയർഫോഴ്സ്, പഞ്ചായത്ത്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ വീടിന് മുകളിലേക്ക് വീണ മരം മുറിച്ചുമാറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുറ്റ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജീവൻ പാലുമി, ടോമി പുളിക്കകണ്ടം എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. മാലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര ശിലാസ്ഥാപനം മട്ടന്നൂർ നിയോജക മണ്ഡലം MLA KK ശൈലജ ടീച്ചർ നിർവഹിച്ചു. മാലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം മട്ടന്നൂർ നിയോജക മണ്ഡലം MLA KK ശൈലജ ടീച്ചർ നിർവഹിച്ചു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ തവണ പിണറായിയുടെ 1ാം ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ചില ധാരണകൾ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എൻ്റെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി എന്നോട് ആദ്യം തന്നെ ചോദിച്ചത് എന്താണ് മന്ത്രിയുടെ പ്ലാൻ, ആരോഗ്യവകുപ്പിൽ എന്ത് ചെയ്യണം എന്നാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു പുതിയ ആളാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സിൽ ചില കാര്യമുള്ളൂ, പക്ഷെ ഞാനത് പറഞ്ഞാൽ അത് ഡോമിനേറ്റ് ചെയ്യും, അതിന് മേൽക്കൈ നേടും. അതല്ല, മന്ത്രിയുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ പോളിസി എന്താണ് മുന്നണിയുടെ, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. ബാക്കിയെല്ലാം നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഇത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. ഞങ്ങളുടെ മുന്നണിക്ക് ഒരു പോളിസി ഉണ്ട്, അത് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഉണ്ട്, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കണം എന്ന ആഗ്രഹമാണുള്ളത് എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ആദ്യം തന്നെ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞത് രോഗപ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാകണം എന്നാണ്. നമ്മുടെ ഇന്ന് കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു, നീതി ആയോഗിൻ്റെ പട്ടികയിൽ ഇത്തവണയും 1ാമത് കേരളം തന്നെയാണ്. എന്നാൽ തമിഴ്നാട് നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് തമിഴ്നാടിൻ്റെ മുന്നിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ വളരെയേറെ മുന്നിലാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നോട്ട് പോയി എന്നല്ല, തമിഴ്നാട് കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഇനിയും നന്നായിട്ട് മത്സരിച്ചാൽ മാത്രമേ ഒന്നാം സ്ഥാനം നിലനിർത്താൻ നമുക്ക് പറ്റുകയുള്ളൂ. ഈ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നതാണ്? നമ്മുടെ ജീവിത നിലവാരത്തെ അടിസ്ഥാനമാക്കി എടുക്കുന്ന കണക്കുകളാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അതിന് കേന്ദ്രത്തിൽ തന്നെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ തന്നെ ചില ഏജൻസികളുണ്ട്. അവർ വന്നിട്ട് നമുക്ക് മാർക്ക് ഓരോ സംസ്ഥാനത്തുണ്ട്. ഈ മാർക്കിടാൻ അടിസ്ഥാനമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിലൊന്ന് നാട്ടിലെ ദാരിദ്ര്യമാണ്. കൊടും പട്ടിണി കിടക്കുന്നവരാണ് ജനങ്ങൾ. രാവിലെയും വൈകുന്നേരവും ഒന്നും ആഹാരം കഴിക്കാനില്ലാത്ത മുഴുവൻ പട്ടിണി, ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നവർ. എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ആഹാരം കിട്ടുന്ന ആളുകളാണെങ്കിൽ ആ മാർക്ക് കുറയും. നിലവിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയിരുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമവതി അധ്യക്ഷത വഹിച്ചു. ആർദ്രം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ CP ബിജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേമി പ്രേമൻ, പഞ്ചായത്ത് അംഗങ്ങളായ C രജനി, K രാജേഷ്, രേഷ്മ സജീവൻ, P നാരായണൻ, PV ജോർജ്, മുണ്ടാണി പുരുഷോത്തമൻ, ഗോപി കാഞ്ഞിലേരി, കൂലേരി പത്മനാഭൻ, K പത്മനാഭൻ മാസ്റ്റർ, സംഘാടക സമിതി കൺവീനർ O പ്രസാദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിബീഷ് S തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മാലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ശിലാസ്ഥാപന ചടങ്ങ് UDF ബഹിഷ്കരിച്ചു. UDF നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ UDF പ്രവർത്തകരും CPIM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. മാലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ശിലാസ്ഥാപന ചടങ്ങ് UDF ബഹിഷ്കരിച്ചു. UDF നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ UDF പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. മാലൂർ കുടുംബാരോഗ്യ കേന്ദ്ര ശിലാസ്ഥാപന ചടങ്ങിന്റെ സംഘാടക സമിതി യോഗത്തിൽ UDF അംഗങ്ങളെ വിളിച്ചില്ലെന്നാരോപിച്ചായിരുന്നു UDF അംഗങ്ങൾ ശിലാസ്ഥാപന ചടങ്ങ് ബഹിഷ്കരിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് പ്രകടനമായി UDF അംഗങ്ങളും പ്രവർത്തകരും ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും പ്രതിഷേധ പ്രകടനം പോലീസ് തടയുകയും ചെയ്തു. തുടർന്നായിരുന്നു പ്രതിഷേധക്കാരെ റോഡിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് CPM പ്രവർത്തകർ മുന്നോട്ട് വന്നത്. ഇത് UDF പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. ഒടുവിൽ MLA KK ശൈലജ ടീച്ചർ പ്രതിഷേധക്കാരുമായി സംസാരിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്.
ചടങ്ങ് മിനിഞ്ഞാന്നാണ് സംഘാടകർ വിളിക്കുന്നത്. ഒരു മെമ്പർ, കോൺഗ്രസിന്റെ മെമ്പർ ഇവിടെയുണ്ട്. ഞങ്ങൾ 6 പഞ്ചായത്തിൽ വേറെ ഉണ്ട്. പ്രാദേശികമായിട്ട് ആളുകൾ കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോൾ അപ്പാർട്ട്മെന്റ് വേറെ ഉണ്ട്. പട്ടണ കമ്മിറ്റി പ്രസിഡന്റ് വേറെ ഉണ്ട്. അവരോടൊന്നും ഒരു അക്ഷരം ഇതേക്കുറിച്ച് മിണ്ടിയില്ല. അതേസമയം മാനൂരിൽ പിന്നെ CPI ആളുണ്ട്, BJP-കാരുണ്ട്, വേറെ പാർട്ടിക്കാരുണ്ട്, പിന്നെ മറ്റു ആളുകളെല്ലാം കൂടി മിനിഞ്ഞാൽ കമ്മിറ്റി കൂടുന്നു. നമ്മളാരും വിളിച്ചില്ല. പഞ്ചായത്ത് മെമ്പർമാരെന്ന നിലക്ക് സാമാന്യ മര്യാദ മെമ്പറോട് ആരും വിളിച്ച് ഇവിടെ പ്രസിഡന്റ് പറയാം, ഇത്രാം തീയതി യോഗമുണ്ട് വരണമെന്ന് പറയാം, അതൊന്നും പറഞ്ഞില്ല. പ്രതിഷേധ സമരത്തിന് കാഞ്ഞിരോട് രാഘവൻ മാസ്റ്റർ, A. ജയരാജൻ, പാറ വിജയൻ, അഷ്കർ ശിവപുരം, C. ലത്തീഫ്, നിസാർ, ഹനീഫ ചൂര്യോട്ട്, KM സുരേഷ്, ചെമ്പാടം മോഹനൻ, N. സഹദേവൻ, ശ്രീകല സത്യൻ, ശ്രീജാമയപ്പാടൻ, ജംനാസ് ശിവപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരെയും സാമൂഹ്യ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ടാണ് ആ സംഘാടക സമിതി രൂപീകരണം നടക്കുക. നിർഭാഗ്യവശാൽ മാനൂർ പഞ്ചായത്ത് ഭരിക്കുന്ന CPM മെമ്പർമാർ 6 മെമ്പർമാർ അവിടെ ഉണ്ട്. ആ മെമ്പർമാരോട് പോലും മാന്യമായ രീതിയിൽ ഇത്രാം തീയതി തറക്കല്ലിൽ ചടങ്ങ് നടക്കുകയാണ്, നിങ്ങളെല്ലാം സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്നത് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ മിക്ക രാഷ്ട്രീയ പാർട്ടികളെയും മണ്ഡലം നേതാക്കന്മാരെ ആ ചടങ്ങിൽ വിളിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രാദേശിക നേതാക്കന്മാരെ പൂർണ്ണമായും അവഗണിക്കുകയാണ് പഞ്ചായത്ത് ഭരണം ചെയ്യുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വാട്ടർ അതോറിറ്റി പൈപ്പിട്ട് മൂടിയ കുഴിയിൽ ഇത്തവണ വീണത് KSRTC. ചാണപ്പാറ ചന്തമാംകുളത്തിന് സമീപത്താണ് ഇരട്ടിയിലേക്ക് പോവുകയായിരുന്ന ബസ് കുഴിയിലകപ്പെട്ടത്. വാട്ടർ അതോറിറ്റി പൈപ്പിട്ട് മൂടിയ കുഴിയിൽ ഇത്തവണ വീണത് KSRTC. ചാണപ്പാറ ചന്തമാംകുളത്തിന് സമീപത്താണ് മാനന്തവാടിയിൽ നിന്നും ഇരട്ടിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കുഴിയിൽ അകപ്പെട്ടത്. ദിവസേന ഈ പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ കുഴിയിൽപ്പെടുന്നത് നിത്യസംഭവമാവുകയാണ്. നിറയെ യാത്രക്കാരുമായി ഇരട്ടിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് കുഴിയിൽ അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ബസ്സും മറ്റൊരു ടൂറിസ്റ്റ് ബസ്സും കുഴിയിൽ അകപ്പെട്ടിരുന്നു. റോഡിൽ നിന്ന് വാഹനങ്ങൾ താഴെ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. കൊട്ടിയൂർ മുതൽ മണത്തണം വരെയുള്ള റോഡിന് ഇരുവശവും വാട്ടർ അതോറിറ്റി പൈപ്പിട്ട് മൂടിയ കുഴികളാണ്. സൂക്ഷിക്കുക എന്ന ബോർഡ് കൂടി ഇനി വെക്കേണ്ടി വരുമെന്നാണ് വലിയ വാഹന ഡ്രൈവർമാർ പറയുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. അവധിയുണ്ടോ എന്നറിയാൻ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ണും നട്ട വിദ്യാർത്ഥികൾ. മഴ ശക്തമായ സാഹചര്യത്തിലായിരുന്നു ബുധനാഴ്ച അവധിയുണ്ടോ എന്നറിയാൻ കളക്ടർ കണ്ണൂർ ഫേസ്ബുക്ക് പേജിൽ അറിയിപ്പും കാത്തിരുന്നത്. ചൊവ്വാഴ്ച തകർത്ത് പെയ്ത മഴ കണ്ടതോടെ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾക്ക് ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിക്കും എന്നാണ് വിചാരിച്ചത്. എന്നാൽ വൈകിട്ടായിട്ടും അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിലെ മറ്റ് 5 ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചത് കണ്ടപ്പോൾ കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ചെറിയ ഒരു നിരാശയുണ്ടായി. ഒടുവിൽ രാത്രി 8:45ഓടെയാണ് കണ്ണൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പിറക്കിയത്. ഇത് കളക്ടർ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിൽ വന്നപ്പോൾ പിന്നെ ലൈക്കോട് ലൈക്ക്. എന്നാൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവധി ബാധകമല്ലെന്ന കളക്ടറുടെ അറിയിപ്പ് കോളേജ് വിദ്യാർത്ഥികൾക്ക് നിരാശയാണ് സമ്മാനിച്ചത്. ഇതോടെ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അനുകൂലിച്ചും കോളേജ് വിദ്യാർത്ഥികൾ പ്രതികൂലിച്ചും കമൻറ്റുകൾ കൊണ്ടു നിറച്ചു. ചിലർ നന്ദിയുണ്ട് സാറേ എന്ന് കമൻ്റിട്ടപ്പോൾ കൂടുതൽ പേരും കോളേജിന് അവധി നൽകാത്തതിനെതിരെയായിരുന്നു പ്രതികരിച്ചത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പേജിന് മുന്നിൽ കുത്തിയിരിക്കുന്ന ഞങ്ങളോട് തന്നെ വേണമായിരുന്നു കളക്ടർ സാറേ ഈ ചതി. ഉള്ളത് പറയാലോ, തോട്ടിലെ വെള്ളത്തിൽ പോലും മര്യാദയ്ക്ക് നീന്താൻ അറിയാത്ത പിള്ളേരാ ഞങ്ങൾ. കോളേജ് പിള്ളേർക്ക് കൂടി ഒരു ലീവ് തായോ എന്ന അപേക്ഷയുൾപ്പെടെ അടങ്ങിയ കമൻറ്റുകളായിരുന്നു ചിലർ രേഖപ്പെടുത്തിയത്. ചിലരാകട്ടെ അവധിയൊക്കെ മുന്നേ അറിയിക്കണമെന്നും +2 കഴിഞ്ഞ കുട്ടികൾക്ക് നീന്തൽ സർട്ടിഫിക്കറ്റ് ആക്കിയത് വെറുതെയല്ലെന്നും ഉൾപ്പെടെ 100-ലധികം കമൻറ്റുകളാണ് ഇട്ടത്. മുത്താണേ മുത്താണേ, നമ്മുടെ കളക്ടർ മുത്താണേ, ഇനി നാളെ വേണം കുളത്തിൽ പോയി കുളിക്കാൻ എന്ന കമൻറ്റിന് മറുപടിയായി ശ്രദ്ധിക്കണം അംബാനി എന്ന മാസ് മറുപടിയാണ് കളക്ടർ ബ്രോ നൽകിയത്. അവധിയുണ്ടോ എന്നറിയാൻ രക്ഷിതാക്കൾക്കും അതിലേറെ അധ്യാപകർക്കും ആകാംക്ഷയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചാക്കാട് കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. ഹാജി റോഡ് അയ്യപ്പൻകാവ് റൂട്ടിലെ ചാക്കാടുള്ള വലിയ വളവിലെ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയാണ് വാഹനമിടിച്ച് തകർന്നത്. ചാക്കാട് കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. ഹാജി റോഡ് അയ്യപ്പൻകാവ് റൂട്ടിലെ ചാക്കാടുള്ള വലിയ വളവിലെ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയാണ് വാഹനമിടിച്ച് തകർന്നത്. ഈ മേഖലയിൽ പലപ്പോഴായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സ്ഥലം കൂടിയാണിത്. കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഏതു നിമിഷവും തോട്ടിലേക്ക് വീഴാറായ അവസ്ഥയിലുമാണ്.
ചരക്ക് ലോറി വന്നിട്ടാണ് ഇത് തട്ടിയിട്ട് പൊട്ടിപ്പോയത്. ഏതൊരു ദിവസം രാത്രിയാണ് ഈ സംഭവം നടന്നത്. അതിപ്പോൾ ഒരു അപകടാവസ്ഥയിലാണുള്ളത്. എന്നാലും ഇവിടെ പല ആളുകളും അപകടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിനൊക്കെ ഒരു സൈക്കിൾ വന്ന് ചെറിയ ചക്കൻ ഇവിടെയുള്ള ഇവിടുത്തെ ഏകദേശം 17 ലക്ഷം റുപ്യ ആൻ്റെ ചക്കന് ചിലവായി. താടിയിൽ കംപ്ലീറ്റ് ഈ മുഴുപ്പിൻ്റെ എല്ലാം അടക്കം പൊട്ടിപ്പോയിട്ട് ഏകദേശം 25 6 മാസത്തെ എന്നോ വേണം ചക്കൻ. എന്നാൽ മാത്രമേ ചക്കൻ ഇതായിട്ട് വരാണ്. +1 പഠിക്കുന്ന ചക്കനാണ്. വലിയൊരു അപകടാവസ്ഥയിലാണുള്ളത്. വലിയ ടേണിംഗ് ആണ്. ആ പാലം അശാസ്ത്രീയമായ രീതിയിലാണ് അന്ന് എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും വാർത്ത തന്നെ. ആ വാർത്ത തന്നെ ഒരു ശരിയില്ലാത്ത രീതിയിലാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മലയോര ഹൈവേയുടെ ഭാഗമായ അയ്യപ്പൻകാവ് കാപ്പുംകടവിൽ മരം കടപുഴകി വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര ഹൈവേയുടെ ഭാഗമായ അയ്യപ്പൻകാവ് കാപ്പുംകടവിൽ റോഡിൽ മരം കടപുഴകി വീണു. ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വിളക്കോടിലെ വൈറ്റ് ഗാർഡ് വാളണ്ടിയർമാരും ഇരട്ടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചു മാറ്റി. പുലർച്ചെ 3 മണിയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൊട്ടിയൂരിലെ ആദ്യകാല വ്യാപാരിയായിരുന്ന പരിയാരത്ത് രാജുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കൊട്ടിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. യൂണിറ്റ് പ്രസിഡന്റ് PM ആന്റണി അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂരിലെ ആദ്യകാല വ്യാപാരിയായിരുന്ന പരിയാരത്ത് രാജുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കൊട്ടിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടൽ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ശ്രീ രാജുവേട്ടൻ നമ്മളെ വിട്ടുപിരിച്ചിരിക്കുകയാണ്. കുറേ കാലഘട്ടങ്ങളായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നുമില്ല. ഹോട്ടൽ വ്യാപാരമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം രോഗിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിൻ്റെ അനുശോചനം അറിയിക്കുകയാണ്. എനിക്കറിയാവുന്നതുപോലെ വളരെ ദീർഘകാലമായി എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ വ്യക്തിപരമായും സംഘടനാപരമായും ഒക്കെ വളരെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ദേഹമാണ് ബഹുമാന്യായ രാജുവേട്ടൻ. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഓഫീസിൽ ചേർന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് PM ആന്റണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK വിനോദ്, ട്രഷറർ സന്തോഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷാജി, ഫസൽ, AC ജോസ്, സിബിച്ചൻ, സണ്ണി എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേരളം. യങ് മിൻസ് ഇന്റർനാഷണൽ യങ് മിൻസ് ക്ലബ്ബ് പേരാവൂർ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും തുണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആൻഡോ K ആന്റണി ഉദ്ഘാടനം ചെയ്തു. യങ് മിൻസ് ഇന്റർനാഷണൽ യങ് മിൻസ് ക്ലബ്ബ് ഓഫ് പേരാവൂരിൻ്റെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ CM ദിനേശിൻ്റെ അധ്യക്ഷതയിൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആൻഡോ K ആന്റണി ഉദ്ഘാടനം ചെയ്തു. പേരാവൂരിൻ്റെ മണ്ണിൽ പേരാവൂരിൻ്റെ തിലകക്കുറിയായിട്ട് ഇവിടുത്തെ ദീപമായിട്ട് വിരാജിക്കാൻ ഈ പ്രസ്ഥാനത്തിലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു എന്ന് കാണുന്നത് ഏറെ സന്തോഷകരമാണ്. സമൂഹം നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്ന് നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന കഥകളെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നന്മയെ മാത്രം കണ്ടുകൊണ്ട് സേവന തൽപരരായി പാരസ്പര്യത്തിൻ്റെയും വിശ്വസാഹോദര്യത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായിട്ട് പ്രവർത്തിച്ചു എന്ന് തന്നെ അത് തന്നെയാണ് സ്വീകാര്യതയും അംഗീകാരവും ഒക്കെ നമുക്ക് ലഭിച്ചത്. എന്നിട്ടെന്തേ ഈ മാറ്റം എന്ന് എല്ലായിടത്തും ഒരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളോടൊപ്പം ഒത്തിരിയധികം വർഷങ്ങളിൽ വേറൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ്. ആരൊക്കെ പോയാലും ഏറ്റവും അവസാനം മാത്രം അത് ചിന്തിക്കാമെന്ന് വിചാരിച്ചൊരു വ്യക്തിയുമായിരുന്നു. പക്ഷേ അനിവാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് യങ് മൈൻഡ്സിലേക്കൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചുവട് വെച്ചത്. അതിൻ്റെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിലേക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് കടന്നു പോകേണ്ടതുമുണ്ട്. O മാത്യു, പ്രദീപൻ പുത്തലത്ത്, KM സ്കറിയാച്ചൻ, മൈക്കിൾ മൈക്കിൾ, K രഞ്ജിത്ത് കുമാർ, ഡോക്ടർ മനോജ് കുമാർ, A നാസർ, K രാജൻ, മാനുവൽ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.
ബസ്സിനുള്ളിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉടമയ്ക്ക് തിരികെ നൽകി സ്വകാര്യ ബസ് ജീവനക്കാർ. തലശ്ശേരി അടക്കാത്തോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ജ്യോതിർമയി ബസ്സിലെ ജീവനക്കാരാണ് ഉടമയ്ക്ക് ബ്രേസ്ലെറ്റ് തിരികെ നൽകി മാതൃകയായത്. ബസ്സിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണ ബ്രേസ്ലെറ്റ് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ. അടക്കാത്തോട് തലശ്ശേരി റൂട്ടിലോടുന്ന ജ്യോതിർമയി ബസ്സിലെ ജീവനക്കാരായ കണ്ടക്ടർ അബിൻ, ഡ്രൈവർ ഷിനോജ്, ക്ലീനർ ശ്രീനീഷ് എന്നിവരാണ് ബസ്സിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉടമക്ക് തിരികെ നൽകിയത്. തലശ്ശേരിയിൽ നിന്നും അടക്കാത്തോടിലേക്ക് പോകുന്നതിനിടെ ചെട്ടിയാമ്പറമ്പിൽ വെച്ചാണ് ബ്രേസ്ലെറ്റ് ബസ്സിന്റെ സ്റ്റെപ്പിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഇതിനിടെ ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബസ്സിൽ കയറിയ ചാണപ്പാറ സ്വദേശിയായ ആതിര നായരുടെ ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ബസ് ജീവനക്കാർ കേളകം പോലീസ് സ്റ്റേഷനിലെത്തി അഡീഷണൽ SI രാജു മുഖാന്തരം ബ്രേസ്ലെറ്റ് ഉടമ ആതിര നായർക്ക് കൈമാറിയത്. വൈകുന്നേരമാണ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ചിറ്റാരിപ്പറമ്പിൽ നിന്ന് ചാണപ്പാറയ്ക്ക് ടിക്കറ്റ് എടുത്തു. ഇടയ്ക്കുന്ന് എനിക്കൊരു കോള് വന്നിട്ട് ഞാൻ കേരളം വന്നിറങ്ങുമായിരുന്നു കൊറിയർ വാങ്ങാനായിട്ട്. തിരികെ ചാണപ്പാറ സ്റ്റോപ്പിലെത്തുമ്പോഴാണ് എൻ്റെ കൈ ഫുൾ സ്ലീവ് ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ കൈ ലൂസായി കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ എന്നിട്ട് ബസ്സുകാരെ ഇവിടെ വിളിച്ചോ? എങ്ങനെയാണ്? ബസ്സിലാണ് പോയതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, എവിടെയാണ് പോയെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കയറിയ ബസ്സിലെല്ലാം വിളിച്ചു പോകാൻ നമ്മുടെ ജ്യോതിർമയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ അത്രയും ദൂരം അതിൽ സഞ്ചരിച്ചുകൊണ്ട് അതിൽ തന്നെ ആയിരിക്കുന്ന ഒരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ച് സിജോ ചേട്ടൻ്റെ നമ്പർ എടുത്തിട്ട് ഓണറിൻ്റെ അവിടുന്ന് കണ്ടക്ടറിനെ ക്ലീനറിൻ്റെ നമ്പർ തരികയായിരുന്നു. ഒന്ന് വിളിച്ചറിയാം. വൈകുന്നേരം ഒരു 4 അങ്ങനെയാകുമ്പോൾ നമ്മൾ അടക്കാത്തോട് ഇന്ത്യ തരാൻ പറ്റും. എന്നാണ് കിട്ടിയത്. ഇവരാണ് അങ്ങനെ അതല്ലേ? അപ്പോൾ ഇവരാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ആരാന്നുള്ളത്? ഇവിടെ ഏകദേശം ഇവിടെ ഒരു 5 മണി കഴിയുമ്പോൾ ഇവിടെ വിളിച്ചു. നമ്മുടെ ആരോ അവൻ്റെ നമ്പർ ഇട്ടിട്ട് വിളിച്ചു. ഹൈവിഷൻ ന്യൂസ് കേളകം. ജൂലൈ 18 ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും നീണ്ടുനോക്കി ടൗൺ, കേളകം ബസ് സ്റ്റാൻഡ്, കണിച്ചാർ ടൗൺ, പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡ്, കാക്കയങ്ങാട് ടൗൺ എന്നിവിടങ്ങളിൽ നടക്കും. വാണിജ്യം. പേരാവൂർ കുനിത്തലമുക്കിൽ ഹൈഡ്രോടെക് ഹെവി എക്യുപ്മെന്റ് സ്പെയർസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. CEOA മേഖലാ പ്രസിഡന്റ് BK സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ കുനിത്തലമുക്കിൽ ഹൈഡ്രോടെക് ഹെവി എക്യുപ്മെന്റ് സ്പെയർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. CEOA മേഖലാ പ്രസിഡന്റ് സക്കറിയ BK ഉദ്ഘാടനം ചെയ്തു. പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഹെവി എക്യുപ്മെൻറ്റിൻ്റെ ഒരു ഷോപ്പ് ആദ്യമായിട്ടാണ്. നമ്മൾ പല പ്രാവശ്യം ആഗ്രഹിച്ചതാണ്, പല വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണിത്. നമുക്ക് എന്തെങ്കിലും വണ്ടിയുടെ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നിക്കൽ ഇവിടെ വലിയ വെളിച്ചത്തോ അല്ലെങ്കിൽ പിന്നെ ചാലോട് അതല്ലെങ്കിൽ മംഗലാപുരം അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടാണ് നമ്മൾ സാധനം ശേഖരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പേരാവൂർ നമ്മൾ ഉദ്ദേശിച്ചതുമായി തന്നെ വിപുലമായിട്ടുള്ളൊരു ശേഖരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഷംജിത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹെവി എക്യുപ്മെൻ്റ് അതായത് JCB ഇറ്റാച്ചിയുടെ മാത്രമല്ലാതെ വണ്ടിയുടെ ടിപ്പറിൻ്റെയും മറ്റ് സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ടല്ലോ, പേരാവൂരുണ്ടല്ലോ, ഓണർമാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് ആ സാധനം കൂടി എത്തിക്കണം. CEOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി വാളുവെട്ടിക്കൽ, ഷിനോജ് നരിത്തൂക്കിൽ, KM ബഷീർ, KK ഷംജിത്ത്, VK രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ് പേരാവൂർ. ചരമം. കണിച്ചാർ ആറ്റാഞ്ചേരിയിൽ കുഴുത്താനത്ത് രവീന്ദ്രൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഭാര്യ പുഷ്പലത, മക്കൾ രജിത, രമ്യ, രഞ്ജിത്ത്, മരുമക്കൾ രതീഷ്, രൂപേഷ്, അശ്വതി. ആറളത്തെ കാഞ്ഞിരാണ്ടി ഹൗസിൽ UK ഹംസ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ അസ്മ, മക്കൾ അഷ്റഫ്, ഇസ്മായിൽ, ബഷീർ, ഷിഹാബ, ലത്തീഫ്, ഷെരീഫ, ബുഷ്ര, മരുമക്കൾ ഇബ്രാഹിം, അബ്ദുറഹ്മാൻ, ഹൈറുന്നിസ, ഷെരീഫ്, സെറീന, ഷഫീന, സുഹറ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 205, പേരാവൂർ 207, കൊട്ടിയൂർ 206.50. റബ്ബർ ലോട്ട് ഇരിട്ടി 188, പേരാവൂർ 197, കൊട്ടിയൂർ 196.50. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 124, കൊട്ടിയൂർ 124. കുരുമുളക് ഇരിട്ടി 630, പേരാവൂർ 640, കൊട്ടിയൂർ 635. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 330, കൊട്ടിയൂർ 325.
ശലഭമാ നീ വന്നു അഴകേ. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6875, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴയിൽ പാൽച്ചുരത്ത് മണ്ണിടിഞ്ഞു, യാത്രാഭീതിയിൽ പാൽച്ചുരം പാത. കേളകം പൂക്കുണ്ടിൽ വീടിന് മുകളിൽ പാറ വീണ അപകടം. കനത്ത മഴയിൽ ഇരിട്ടി മേഖലയിൽ വീടുകൾക്ക് നാശനഷ്ടം, റോഡിൽ മരം വീണ് ഗതാഗത തടസ്സം. വീണ്ടും പാലപ്പുഴ ചേന്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു, ഗതാഗത തടസ്സം. മാലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര ശിലാസ്ഥാപനം മട്ടന്നൂർ നിയോജക മണ്ഡലം MLA KK ശൈലജ ടീച്ചർ നിർവഹിച്ചു. പരിപാടിയുടെ സംഘാടക സമിതി യോഗത്തിൽ ക്ഷണിച്ചില്ലെന്നാരോപിച്ച് UDF ശിലാസ്ഥാപന ചടങ്ങ് ബഹിഷ്കരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.